ട്രിവാൻഡ്രത്ത് ഒരു 3 ബെഡ്റൂമുള്ള 2 നില വീട്, ഈ കാണുന്ന ബ്യൂട്ടിഫുൾ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനാണ്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം മച്ചേൽ കുരുവിൻമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. പ്രാവശ്യമ്പലം എത്തുന്ന ഒരു 5 കിലോമീറ്ററും നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രിൽ നിന്നൊക്കെ നമുക്ക് ഒരു 14 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എത്താൻ പറ്റും. അവിടെ ഫ്രണ്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടോ, നമുക്ക് ടാറിട്ട റോഡ് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു വീടാണ്, കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള വീട്. റെസിഡൻഷ്യൽ ഏരിയയാണ്, ചുറ്റുപാടൊക്കെ വേറെയും ധാരാളം വീടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വീടാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 5 സെൻറ്റിലാണ്, 3 ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് വരുന്നത് ഇവിടെ നമുക്ക് പൈപ്പ് കണക്ഷന് കിണറും നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് എക്സ്റ്റീരിയർ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീട് 1500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഭാഗത്ത് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റും ഇവിടെ ഒരു സിംഗിൾ ഗേറ്റുമാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് കാണാം. നമുക്കിവിടെ ഫ്രണ്ട് ഫുള്ളും തന്നെ കണ്ട തറ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല വലിയ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3-4 കാർ വരെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് ചെറിയ ഗാർഡൻ പോർഷൻ കൊടുത്തിട്ടുണ്ട്. കിണർ ആ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പം നല്ല വലിയ കാർ പാർക്കിംഗ് ഉള്ള ഒരു ഏരിയയാണ്. നമുക്കിവിടെ ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉള്ള ഒരു വീടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ 12x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ വന്ന് നമുക്ക് ഒരു മെയിൻ എൻട്രൻസ് ഡോറുണ്ട്. ഫുള്ളും തന്നെ പ്ലാവിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്, ഡബിൾ ഡോറാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാതിൽ തുറന്ന് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലീവിങ് ഏരിയയാണ് വരുന്നത്. 16x12 ഡയമെൻഷനുള്ള ഒരു വലിയൊരു ലീവിങ് ഏരിയ വരുന്നത്. മുകളിൽ സീലിംഗ് ഉണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൈഡ് വാളിൽ കണ്ട് ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ടോ, വലിയൊരു TV യൂണിറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഡൈനിങ് ഏരിയ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. 16x12 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെയും വാളിൽ നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് ഭാഗത്ത് നമുക്ക് ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇവിടെ ആയിട്ട് ഒരു വാഷ് ബേസിങ് കൗണ്ടർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിങ് ഏരിയയാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നോക്കാം. നമുക്ക് 12x10 ഡയമെൻഷനുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മോഡുലർ കിച്ചണാണ്, ഫുള്ളും തന്നെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ സിങ്ക് കണ്ടോ, ഇതാണ് വരുന്നത്. പിന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിന് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകു വശത്തായിട്ട് ഇവിടെ തന്നെ നമുക്കൊരു 12x4 ഡയമെൻഷനുള്ള ഒരു വർക്ക് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ബാക്കി 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഒരു ബെഡ്റൂം കാണാം. ഈ ഭാഗത്താണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടൈലൊക്കെ കേട്ടോ ഈ ഒരു പാറ്റേൺ ആണ്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് മൾട്ടി ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ഈ ഭാഗത്ത് വരുന്നുണ്ട്. 3 ഡോർ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളകത്ത് വരുമ്പോൾ ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷമാണ് കാണേണ്ടത്. നമുക്ക് ഇവിടുത്തെ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോകാം. നമുക്ക് സൈഡിലെ ഹാൻഡിൽസ് ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലോട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മുകളിലുണ്ട് ലൈറ്റിങ് അകത്തോട്ട് പാസ് ചെയ്യുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാളിലെ ഡിസൈൻ കണ്ടോ, അപ്പോൾ നല്ലൊരു വാളാർട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുകളിലാണ് ബാക്കി 2 ബെഡ്റൂം നമുക്ക് വരുന്നത്. ഒരു ഹാളും 2 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 16x14 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയ മുകളിൽ കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം നമുക്ക് അപ്പുറത്തുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മൾ കയറി വരുമ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേണിലുള്ള ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടൈലെല്ലാം ഈ ഒരു കളർ പാറ്റേണാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു സൈഡിലാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വാർഡ്രോബ് നമുക്ക് മൾട്ടിവുഡ് തന്നെയാണ്, ഈ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഗ്രിപ്പ് കിട്ടുന്ന ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ടൈലിക്ക് ഈ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. മിറർ ബാക്കി എല്ലാ സംഭവവും ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. അപ്പോൾ 10x6 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്.
ഇവിടെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്നതാണ് കണ്ടോ. അപ്പുറത്തൊക്കെ നമുക്ക് വീടുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നല്ല വ്യൂ ഉള്ള ഒരു പ്ലേസാണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 63 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് എടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള വീട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ ട്രിവാൻഡ്രത്ത് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.